ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. വെറും 4 അപ്ഡേറ്റ് പെട്ടെന്ന് പറയാം. ആദ്യത്തേത് SK25 ശിവകാർത്തികേയൻ 25th മൂവി ആയിട്ടുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള അനൗൺസ്മെന്റ് ആണ് അതിൽ വന്നിട്ടുള്ളത്. അവരെന്നെ പറഞ്ഞിട്ടുണ്ട് എക്സൈറ്റിംഗ് അനൗൺസ്മെന്റ് എന്ന്. അതായത് ഇന്ന് 5 മണിക്ക്, ഇന്നലെ വന്നിട്ടുള്ള ടുമോറോ 5 PM എന്ന് പറഞ്ഞിട്ടുള്ളത് 5 മണിക്ക് ഈ പറഞ്ഞ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ആ അനൗൺസ്മെന്റ് വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 5 മണിക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ശിവകാർത്തികേയന്റെ 25ാമത് ചിത്രം. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അടുത്തത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ നെക്സ്റ്റ് ഫിലിം ആയിട്ടുള്ള അല്ലെങ്കിൽ വരാനിരിക്കുന്ന സിനിമകളിൽ ഒന്നായിട്ടുള്ള ഒരു സിനിമയുടെ, അത് സത്യനന്ദിക്കാടുമായിട്ട് ചേർന്ന് വരാനിരിക്കുന്ന സിനിമ. അതിൽ താടി പഠിക്കുന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്, അതെന്തെങ്കിലും ആകട്ടെ. പക്ഷേ ഈ താടിയായിട്ട് കുറേ സിനിമകൾ വന്നുകൊണ്ട് എല്ലാവരും വളരെ പ്രതീക്ഷയോടെയാണ് അത് കാത്തിരിക്കുന്നത്, താടി എങ്ങാനും പഠിച്ചാലോ എന്നുള്ളത്. എന്തായാലും അതിൻ്റെ വാർത്ത ഇതാണ്: മാളവിക ഓൺ ബോർഡ്. മാളവിക മോഹനൻ റീപ്ലേസ്ഡ് ഐശ്വര്യ ലക്ഷ്മി ഇൻ മോഹൻലാൽസ് അപ്കമിംഗ് മൂവി ഹൃദയപൂർവ്വം, ഡയറക്റ്റഡ് ബൈ സത്യൻ അന്തിക്കാട്. ഷൂട്ട് സ്റ്റാർട്ട് നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം അതിന്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൽ ഐശ്വര്യലക്ഷ്മിയാണ് നായിക എന്നുള്ളത് ഓൾറെഡി നമ്മളൊക്കെ അറിഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഐശ്വര്യലക്ഷ്മിയെ മാറ്റി ആ സ്ഥാനത്തേക്ക് മാളവിക മോഹൻ എന്ന് പറയുന്ന നമ്മുടെ പ്രിയങ്കരിയായ മറ്റൊരു താരം വന്നിരിക്കുകയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്താണ് കാരണം എന്നറിയില്ല. ചിലപ്പോൾ മറ്റ് സിനിമകളുടെ ഷൂട്ടിംഗ് പ്രശ്നങ്ങളോ ഡേറ്റ് കിട്ടാത്ത പ്രശ്നങ്ങളോ ഒക്കെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും നായിക എന്തായാലും മാറ്റിയിട്ടുണ്ട്. അടുത്തത്, ബിഫോർ ഗോയിങ് വാടിവാസലിന് പോകുന്നതിന് മുമ്പ് സൂര്യാണ് ഗോയിങ് ടു ഡു എ ഫിലിം വിത്ത് മലയാളം ഡയറക്ടർ അമൽ നീരദ്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അമൽ നീരദിന്റെ ഡയറക്ടോറിയൽ. അതിൽ സൂര്യ നായകനാകുന്നു എന്നുള്ളത്, ഒരു വൻ സിനിമയാണ് വരാൻ പോകുന്നത് എന്നുള്ളത്. നമ്മളൊക്കെ അതിന്റെ ഫ്രെയിമിങ്ങിനെ കുറിച്ചും അതിൽ സൂര്യ വന്നാൽ എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. ഈ കാർത്തിക് സുബ്രാജ് പടം ചെയ്തതിനു ശേഷം വാടിവാസലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടിരുന്നു. അപ്പൊ അതിനു മുമ്പ് അമൽ നീരദ് ചിത്രത്തിൽ അഭിനയിക്കും എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. എൻറ്റർ സൂര്യന പോർഷൻസ് വെർ പ്ലാൻ ടു കംപ്ലീറ്റ് വിത്തിൻ 40 days. മ്യൂസിക് ബൈ സുഷിൻ ശ്യാം എന്നാണ് കേട്ടിരുന്നത്. ഫുൾ അദ്ദേഹത്തിന്റെ പോർഷൻ 40 ദിവസത്തിനുള്ളിൽ ഷൂട്ട് ചെയ്ത് തീർക്കും എന്നാണ് കേൾക്കുന്നത് എന്നുള്ളത് ഒരു തമിഴ് ചാനൽ വന്നിട്ടുള്ള വാർത്തയാണ്. തമിഴിൽ ഓൾറെഡി അമൽ നീരദ് മൂവിനെ കുറിച്ചുള്ള ചർച്ചകൾ കുറേ ആയിട്ട് നടക്കുന്നുണ്ട്. സൂര്യ ഫാൻ പേജുകളിലൊക്കെ നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ എന്തായാലും ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് അല്ല എന്നുണ്ടെങ്കിലും ഏകദേശം 95% നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ്. കാരണം ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. സുഷിൻ ശ്യാം ഇതിൽ മ്യൂസിക് ചെയ്യുന്നു, അമൽ നീരദ് ചിത്രമാണ് വരാൻ പോകുന്നത്, അതിൽ നായകനായിട്ട് സൂര്യ എത്തും എന്നുള്ളത് കഥ കേട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഷൂട്ടിങ്ങിന്റെ കാര്യങ്ങൾ മാത്രം ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഇനി വരാനുള്ളൂ, എന്ന് തുടങ്ങും, എന്തായിരിക്കും എന്നുള്ളത്. ഈ പറഞ്ഞ പോലെ വാടിവാസൽ ചെയ്യുന്നുള്ളതാണ് കേട്ടിരുന്നത്. എന്നാൽ ഇപ്പോ വാടിവാസലിന് മുമ്പ് ഈ പടം അമൽ നീരദ് ചിത്രം ചെയ്യും എന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. വാടിവാസലിന് വീണ്ടും എന്തൊക്കെയോ ചില ടെക്നിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. ഇനി രണ്ടും പാരലായിട്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ജസ്റ്റ് 40 ദിവസത്തെ ഷൂട്ടേ ഉള്ളൂ. അപ്പൊ അത് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി പെട്ടെന്ന് കഴിയും. ഇനി ഒരു വമ്പൻ അപ്ഡേറ്റ്, അതായത് വമ്പൻ ആക്ഷൻ പടം പ്രതീക്ഷിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. ഭയങ്കരമായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു സാധനമാണ്. ടിനു പാപ്പച്ചൻ ഡയറക്റ്റ് ചെയ്യുന്ന അടുത്ത ചിത്രത്തിൽ മമ്മൂക്ക നായകനായിട്ട് എത്തുന്നു എന്നുള്ളത്. മമ്മൂട്ടി ടിനു പാപ്പച്ചൻ സിനിമ വരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ടിനു പാപ്പച്ചൻ സിനിമ വരുന്നു എന്നുള്ള നമുക്കറിയാം. മമ്മൂക്ക ഒരു ക്യാമിയോ റോൾ എന്ന രീതിയിൽ കുറെ വാർത്തകൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് മമ്മൂക്കയെ നായകനാക്കിയാണ് ചിത്രം വരുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ഈ പറഞ്ഞ പോലെ ഒഫീഷ്യൽ അപ്ഡേറ്റ്സ് ഇല്ല. എന്നാൽ ടിനു പാപ്പച്ചൻ ചിത്രത്തിൽ നമുക്ക് വരുന്നു എന്നുള്ളത് ഒഫീഷ്യൽ ഇതിന് മുമ്പ് ഒരു സംസാരം വന്നിട്ടുണ്ട്. ഇതിന്റെ ക്രൂ മെമ്പേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ വലിയ രീതിയിൽ വാർത്തയാവുകയും ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യും, സ്റ്റാറ്റസ് ഇടുകയും ഫാൻ പേജുകൾ അടക്കം വരികയൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്നാൽ അതിൽ നായകനായിട്ട് വരുന്നത് മമ്മൂക്കയാണ് എന്നുള്ളത് ഇപ്പോഴാണ് ഈ വാർത്തകൾ പുറത്തു വരുന്നത്. ഏറെക്കുറെ സത്യമാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഒരു കംപ്ലീറ്റ് ആക്ഷൻ ചിത്രമാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇവിടെ കുറെ ആളുകൾ പല രീതിയിലുള്ള കമന്റുകൾ പറയുന്നുണ്ട്. ഒന്ന്, മമ്മൂക്കയെ വെച്ച് ഇനിയൊരു ആക്ഷൻ പടം ചെയ്യണോ, അതിന്റെ ആവശ്യമുണ്ടോ എന്ന രീതിയിലൊക്കെ. നല്ലൊരു ആക്ഷൻ പടം ചെയ്യാൻ എല്ലാ കഴിവുള്ള ആളാണ് ടിനു പാപ്പച്ചൻ. അത് നമുക്കൊരു ഡൗട്ടും ഇല്ല. അജയചന്ദ്രൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആക്ഷൻസ് മമ്മൂക്ക ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രെയിമിങ്ങിൽ ഇപ്പൊ ചെറിയൊരു സാധനം, മമ്മൂക്ക ജസ്റ്റ് ഫ്രെയിമിൽ നിന്നാൽ തന്നെ ഭയങ്കര സംഭവം. പല ആളുകളും 10-23 വയസ്സായി, ഇനി പുള്ളിക്കാരനോട് കഴിയുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ 73 വയസ്സായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ വരുന്ന പടങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് എത്ര ഹിറ്റ്സാണ് അടുപ്പിച്ച് വരുന്നത്. പണ്ടത്തെ പോലെ അല്ല, ടപ്പ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിരത്തി പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളൊരു ആക്ഷൻ പടം എന്ന് പറഞ്ഞൊരു കംപ്ലീറ്റ് വയലൻസ് ആണെന്ന് പ്രതീക്ഷിക്കണ്ട. ഒരു മാസ് മസാല സാധനം ഇപ്പോഴും മമ്മൂക്ക ഫ്രെയിമിൽ നിന്നാൽ കിട്ടും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല. അത് വളരെ കൃത്യമായി നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ഡയറക്ടർ തന്നെയാണ് ഈ ടിനു പാപ്പച്ചൻ. പിന്നെ ഇതിൽ പറഞ്ഞു വരുന്ന മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം തിയേറ്റർ കുലുങ്ങുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം പണ്ടൊരു തിയേറ്റർ കുലുക്കി പോയതാണ് ടിനു പാപ്പച്ചൻ. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് നല്ലൊരു തള്ളായി പോയി. അത്തരത്തിലുള്ള തള്ളുകളോ മറ്റു സംഭവങ്ങളൊന്നും വരാതിരിക്കട്ടെ. പിന്നെ
നമുക്കൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് ആ സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടു, മലൈക്കോട്ട വാലിബൻ അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. എനിക്കും അതിൻ്റെ ഫ്രെയിമും ലെൻസും മറ്റു കാര്യങ്ങളും പല സംഭവങ്ങളും വളരെയധികം ഇഷ്ടപ്പെട്ടാണ്. ലെൻസ് എന്ന് അറിയാതെ വായിൽ വന്നു പോയില്ല കേട്ടോ, ഏതാ ലെൻസ് എന്ന് പോലും അറിയില്ല, പക്ഷെ ആ ഫ്രെയിംസ് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അതുപോലെ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷേ അത് എടുക്കുന്ന സിനിമകൾ എന്തായാലും അത്തരത്തിലുള്ള സിനിമകളല്ല, അതും നമുക്ക് അറിയുന്നതാണ്. ഇപ്പോൾ ഈവൻ ചാവേർ ആണെങ്കിൽ പോലും അതിൻ്റെ സ്റ്റൈലും ഭംഗിയൊക്കെ ഒരു രക്ഷയില്ല സാധനം. പക്ഷേ എനിക്കൊട്ടും ഇഷ്ടപ്പെട്ട സിനിമയാണ്, അതെൻ്റെ പെർസ്പെക്റ്റീവ്. പക്ഷേ മമ്മൂക്കനെ വെച്ചൊരു പടം വരുമ്പോൾ, അതൊരു ആക്ഷൻ പടം വരുമ്പോൾ, അത് എല്ലാ രീതിയിലും നല്ലൊരു സ്ക്രിപ്റ്റ് ആണെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് കംപ്ലീറ്റ് അത് ത്രില്ലോടെ ഗൂസ്ബംസോട് കൂടി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഡയറക്ടർ തന്നെയാണ് അദ്ദേഹം എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. സോ ഈ 4 അപ്ഡേറ്റുകൾ മാത്രമേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ